നിങ്ങൾക്ക് ഏതെങ്കിലും രോഗം വന്നതിന് ശേഷം അത് ടെർമിനൽ സ്റ്റേജായി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തീർച്ചയായിട്ടും ആ സമയത്തും നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ മെഡിസിൻ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കും. അതായത് യാതൊരുവിധ ട്രീറ്റ്മെൻറ്റും ഇല്ല, എല്ലാ ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞ് മരണത്തോട് നിങ്ങളെ തള്ളിവിട്ടിരിക്കുകയാണ്. അതിന് ബുദ്ധിസത്തിൽ ഒരു പരിപാടിയുണ്ട്, അതിൻ്റെ പേരാണ് അഭയദാനം എന്ന് പറഞ്ഞിട്ട്. അതായത് കൊല്ലാൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ജീവികളെ, അത് മത്സ്യമാകട്ടെ, പക്ഷികളാവട്ടെ, മൃഗങ്ങളാവട്ടെ, നമ്മൾ അതിനെ വാങ്ങിച്ചതിന് ശേഷം അതിന് ജീവൻ കൊടുക്കുക, അതായത് അതിനെ തുറന്നു വിടുക. മത്സ്യമാണെങ്കിൽ വെള്ളത്തിൽ തന്നെ തുറന്നു വിടുക. തുറന്നു വിടുന്ന സമയത്ത് ആ തുറന്നു വിടുന്നതിനോടൊപ്പം നമ്മളുടെ ആ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും എല്ലാം ഇതോടുകൂടി പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുക. ഇതാണ് അഭയദാനം. അതായത് ഒരു പ്രാണിക്ക് അതിൻ്റെ ആയുസ് നമ്മൾ എത്രത്തോളം കൂട്ടി നൽകുന്നുവോ നമ്മുടെ ആയുസ്സും അത്രത്തോളം കൂടും. ഓരോ പ്രാണിയുടെ ആയുസ് എത്രത്തോളം കമ്മിയാക്കുന്നുവോ നമ്മുടെ ആയുസ്സും കമ്മിയാക്കും. ഇത് നമ്മുടെ ബന്ദേ വിമലാരംസി എന്ന് പറയുന്ന ഒരു ഭിക്ഷു ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പ്രയോഗിച്ചൊരു കാര്യമാണ്. കാരണം ആ സ്ത്രീക്ക് 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. ഡോക്ടർമാർ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ അഭയദാനം ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ദിവസവും ആ സ്ത്രീ കൊല്ലാൻ വെച്ചിരിക്കുന്ന ഞണ്ടിനെയോ മീനിനെയോ ഏതിനെങ്കിലും വാങ്ങിച്ചതിന് ശേഷം അതിനെ കടലിൽ അല്ലെങ്കിൽ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ കൊണ്ട് വിടുമായിരുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ആ സ്ത്രീക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരുപാട് ഉന്മേഷം തോന്നി. 6 മാസം കഴിഞ്ഞ് ആ സ്ത്രീ ചെക്കപ്പ് പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് ക്യാൻസറിൻ്റെ ലക്ഷണമേ ഇല്ലായിരുന്നു. അപ്പോൾ വളരെ നല്ല കാര്യമാണ് ഈ അഭയദാനം എന്ന് പറയുന്നത്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക.